CPIക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് LDF വ്യക്തമാക്കുകയാണ്. അതായത് CPIയിൽ വലിയ തോതിൽ പടലപ്പിണക്കമുണ്ടെന്നും സംഘടനാ ദൗർബല്യം ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ CPIക്ക് തങ്ങളുടെ കെയർ ഓഫിൽ നേതാക്കളെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അവർക്ക് പരമാവധി 18 മുതൽ 20 വരെ സീറ്റുകൾ നൽകാം. എന്നാൽ ഇനി അങ്ങോട്ട് 27 കഴിയില്ല. മറ്റുള്ള ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതിൻ്റെ ബാധ്യത CPIഎമ്മിനുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, കൂടുതൽ സീറ്റുകളിൽ CPIക്ക് പകരം CPIഎം മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കും വിഷയം പോവുകയാണ്. ഇത് CPIക്ക് കൃത്യമായി കിട്ടുന്ന 8ൻ്റെ പണിയാണ്. നേരത്തെ തന്നെ ഈ ഒരു അപകടം CPIയുടെ നേതാക്കൾ പല ജില്ലാ കമ്മിറ്റികളിലും തുറന്നു പറഞ്ഞ സാഹചര്യമായിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ രൂക്ഷ വിമർശനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ CPIയുടെ പല സീറ്റുകളും കേരള കോൺഗ്രസ് എം നോട്ടമിട്ടിരിക്കുകയാണ്. പീരുമേട് അന്തരിച്ച MLA ആയിട്ടുള്ള വാഴൂർ സോമന് പകരം ആ സീറ്റ് CPIക്ക് പകരം കേരള കോൺഗ്രസ് എമ്മിന് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നൽകാനാണ് CPIഎമ്മിൻ്റെ പ്ലാൻ. ഇതുമാത്രമല്ല, വൈക്കവും CPIയിൽ നിന്നും CPIഎം പിടിച്ചെടുക്കാൻ, അതുപോലെ അടൂർ മണ്ഡലം CPIയിൽ നിന്നും CPIഎം പിടിച്ചെടുക്കാൻ ഒക്കെ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പത്തനംതിട്ടയിലും CPIഎം സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ CPIയിലെ പല MLAമാരെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പ്രവർത്തിക്കാതെ സമ്മതിക്കാതെ അവരെ തോൽപ്പിക്കാൻ അഥവാ അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ മുന്നണിയിൽ തന്നെ പ്രശ്നം വഷളാക്കി അലങ്കോലപ്പെടുത്താനാണ് CPIഎമ്മിൻ്റെ പ്രാദേശിക കമ്മിറ്റികൾ ശ്രമിക്കുന്നത് എന്ന് CPIയുടെ ജില്ലാ കമ്മിറ്റി വെറുതെയല്ല പറയുന്നത്. തെളിവ് സഹിതമാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. SFI മുതൽ അങ്ങോട്ട് CPI നേതാക്കളുടെ യുവജന സംഘടനയിൽപ്പെട്ടവരെയൊക്കെ ഏറ്റവും മോശമായ രീതിയിൽ CPIഎമ്മിൻ്റെ നേതാക്കൾ, അതായത് കുട്ടി സഹാക്കന്മാർ, അവർ മോശമായ പദപ്രയോഗം നടത്തുന്നു, അവരെ അസഭ്യം പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും ഒരു മുന്നണി മര്യാദയുടെ പേരിൽ തല കുനിച്ച് നിൽക്കേണ്ട ഗതികേട് അതിനി CPIക്ക് തുടർന്നും അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിഷയം പോകുന്നത്. നമുക്കറിയാം, പട്ടാമ്പി MLA ആയ മുഹമ്മദ് മൂസിൻ കോൺഗ്രസിലേക്ക് എന്ന സൂചന നേരത്തെ നൽകിയതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വേരോട്ടമെല്ലാം അദ്ദേഹം JNU യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലം തന്നെ തൻ്റെ സഹപാഠിയായ കനയ്യകുമാറിൽ നിന്നും ഇൻസ്പിറേഷൻ കൊണ്ടാണ് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞത്. ആ കനയ്യകുമാർ CPI വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ CPIയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് യുവജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൽദോ എബ്രഹാം എന്ന പഴയ മൂവാറ്റുപുഴ MLA, കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടനോട് പരാജയപ്പെട്ട മൂവാറ്റുപുഴ MLA അടക്കം കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.